മക്കളെ, നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. നമുക്ക് നേരത്തെ 10 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് സാർ എടുത്തതാണ്. നമ്മുടെ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് വളരെ ഒരു ചെറിയ ലോജിക്ക് മതി, സാർ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. മക്കൾ സാറിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി. നമുക്കിവിടെ ഒരു പ്രൂഫ് പോലെയാണ്. പ്രൂവ് ദാറ്റ് opposite sides of a quadrilateral circumscribing a circle subtend supplementary angles at the center of the circle. നമുക്കെല്ലാവർക്കും ഈ കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്താണ്, സപ്ലിമെൻ്ററി ആംഗിൾസ് എന്താണ് സാർ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും കോംപ്ലിമെൻ്ററി ആണെങ്കിൽ എക്സ് പ്ലസ് വൈ 90 ആയിരിക്കും. നമ്മൾ ഇതിനെയാണ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. ഇനി സപ്ലിമെൻ്ററി ആംഗിൾ ആണെങ്കിലോ, എക്സും വൈയും സപ്ലിമെൻ്ററി ആംഗിൾ ആണെന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ 180 ആയിരിക്കും. അപ്പം ഇവിടെ അവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. നമുക്ക് നോക്കാം. ഇത് ABCD ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. അത് ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുവാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് AB-യും CD-യും opposite sides of a quadrilateral circumscribing a circle subtend supplementary angles at the center of the circle. അപ്പം AB സബ്റ്റൻഡ് ചെയ്യുന്ന എവിടെയാണ്? AOB ആണ്. AB സബ്റ്റൻഡ് ചെയ്യുന്നത് AOBയിലാണ് സെൻട്രൽ സബ്റ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ CD എന്ന് പറയുന്നത് സബ്റ്റൻഡ് ചെയ്യുന്ന എവിടെയാണ്? CODയിലാണ് സെൻട്രൽ സബ്റ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ടോട്ടല് 180 വരണം. അവർ പറഞ്ഞ എന്താണ് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ സബ്റ്റൻഡ് സപ്ലിമെൻ്ററി ആംഗിൾസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പം ഈ രണ്ട് സൈഡുകളും സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്നു. അത് സപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞാൽ ABCD ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. അവർ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ AOBയും CODയുമാണ്. അപ്പം ഇതിൻ്റെ ടോട്ടൽ 180 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെയും BOCയും DOAയും 180 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സിമ്പിളായിട്ട്, ഇതൊരു ലോജിക്കാണ്. ആദ്യമേ നമുക്കറിയാം ഇത് രണ്ടും ഈക്വൽ ആണ്. AH ഈസ് ഈക്വൽ ടു AG. എന്തുകൊണ്ടാണ്? ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. അപ്പം AHും AGയും ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന AGയുടെ ഓപ്പോസിറ്റ് ആംഗിൾ 1 വരും. AHൻ്റെ നേരെ ആംഗിൾ 2 വരും. കണ്ടോ, ഇതിന് നേരെ വരുന്ന ആംഗിൾ 1, ആംഗിൾ 2. ഈ സൈഡുകൾ ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. അതുപോലെ BH ഈസ് ഈക്വൽ ടു BE. ദെയർഫോർ 3 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അതുപോലെ 5 ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. 7 ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. അപ്പം നമ്മൾ ആദ്യമേ ഈ ആംഗിൾസ്, ഇതെല്ലാം ആംഗിൾസ് ആണ് കേട്ടോ. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2, ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. അപ്പം അതിൻ്റെ റീസൺ നമ്മൾ എഴുതേണ്ടത് എന്താ? AG ഈസ് ഈക്വൽ ടു AH, ഇതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതണം. അതുപോലെ BH ഈസ് ഈക്വൽ ടു BE, ഇതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതണം. അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്സ് എഴുതണം. അപ്പം ഇനി നമുക്കൊരു വേറൊരു കാര്യം അറിയാം. ഈ AOB പ്ലസ് COD ഈസ് ഈക്വൽ ടു 180 എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം AOB എന്ന് പറഞ്ഞ ഏതാണ്? AOB എന്ന് പറയണത് 2+3 ആണ്. AOB അതിനകത്ത് 2+3 വന്നിരിക്കുന്നത്. അപ്പം 2+3 എഴുതി. അതുപോലെ COD, ഈ CODക്കകത്ത് 6+7. അപ്പം 6+7 ആണ് CODക്കകത്ത് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് AOB പ്ലസ് COD ഈസ് ഈക്വൽ ടു 180 എന്ന് കാണിക്കണം. AOB 2+3 ആണ്, COD 6+7 ആണ്. നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചേ?
ഈ COD എന്ന് കാണുന്നത് ഈ ആംഗിളാണ്, അതായത് 6 + 7 വരുന്നത്. പക്ഷെ നമുക്കറിയാം ഈ ടോട്ടൽ സർക്കുലർ ആംഗിൾ ടോട്ടൽ എത്രയാ? ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 360 ആണ്. അപ്പം ഇത് മൊത്തത്തിൽ 360 ആയിരിക്കും. അതായത് ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4 മുതൽ ആംഗിൾ 8 വരെ 360 ആണ്. പക്ഷേ നമുക്ക് വേറൊരു കാര്യം അറിയാം, AOB + CODക്കകത്ത് 2, 3, 7, 6 മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിലും നമ്മൾ 2, 3, 7, 6 മാത്രമേ എടുക്കാവുള്ളൂ. 2, 3, 6, 7 മാത്രമേ എടുക്കാവുള്ളൂ. നമുക്കറിയാം ഈ ആംഗിൾ 1 എന്ന് പറയുന്നത് ആംഗിൾ 2 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ആംഗിൾ 1ന് പകരം ആംഗിൾ 2 എന്ന് എഴുതാം. അപ്പോൾ ആംഗിൾ 2 + ആംഗിൾ 2 ആംഗിൾ 2 വരും. പിന്നെ ഇവിടെ നമുക്ക് 3 വേണം, 4ൻ്റെ ആവശ്യമില്ല. പക്ഷേ 4 എന്ന് പറയുന്നത് 3 തന്നെയാണ്. അപ്പം ഈ 4ന് പകരം 3 എഴുതിയാൽ ഇത് 2 ആംഗിൾ 3 എന്ന് വരും. അതുപോലെ 5ന് പകരം 6 ആംഗിൾ 6 എഴുതാം, കാരണം ആംഗിൾ 5 ആംഗിൾ 6 ആണ്. അപ്പോൾ 5ന് പകരം 6 എഴുതിയാൽ 2 ആംഗിൾ 6 എന്ന് വരും. അതുപോലെ 8ന് പകരം 7 എഴുതിയാൽ 2 ആംഗിൾ 7 എന്ന് വരും. ഈ 2 കോമൺ വെളിയിലെടുത്താൽ 2 × ആംഗിൾ 2 + ആംഗിൾ 3 + ആംഗിൾ 6 + ആംഗിൾ 7 360 ആണ്. അപ്പം 2 + 3 + 6 + 7 എന്ന് പറയുന്നത് 180 ആണ്. അപ്പം ഇവിടെ എന്താ, AOB + COD എന്ന് പറയുന്നത് 2 + 3 + 6 + 7 ആണ്. അത് നമുക്ക് 180 എന്ന് കിട്ടി. ഇപ്പം അത് പ്രൂവായി. നമ്മളോട് അവർ ചോദിച്ചത് എന്തായിരുന്നു? ആംഗിൾ സബ്ടെൻഡഡ്, ഇതാണ് നമ്മൾ ചോദിച്ചത്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ സബ്ടെൻഡ് സപ്ലിമെൻ്ററി ആംഗിൾ അറ്റ് ദ സെൻറ്റർ. അതായത് ABCD ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. അതിൻ്റെ ആംഗിൾസ് AOBയും CODയുമാണ്. അത് സപ്ലിമെൻ്ററി ആംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പം നമ്മൾ AOB + COD = 180 എന്ന് പ്രൂവ് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ BOC + DOA അല്ലെങ്കിൽ AOD സെയിം വേയിൽ തന്നെ അതും നമുക്ക് 180 എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ സാർ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഐഡിയ, ഒരു പിക്ചർ കാണിച്ചാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസർ ഒരു ലോജിക്കൽ വേയിൽ കണ്ടുപിടിക്കാൻ മക്കൾക്ക് സാറ് ട്രെയിനിങ് തരുവാണ്. ഒന്ന് ജസ്റ്റ് ആ പിക്ചർ കണ്ടാൽ മാത്രം മതി. ഈ പിക്ചർ നോക്കിയേ. നമുക്ക് ഇവരിങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇൻ ഗിവൺ ഫിഗർ PQ ഈസ് എ ടാൻജൻറ്റ് അറ്റ് പോയിന്റ് C. അതായത് C എന്ന പോയിന്റിലൂടെ ഒരു ടാൻജൻ്റ് ആണ് PQ ടു എ സർക്കിൾ വിത്ത് സെൻറ്റർ O. ഇഫ് AB ഈസ് എ ഡയമീറ്റർ ആൻഡ് CAB 30 ആണ്. അവർ പറഞ്ഞേക്കണത് ഈ CAB 30 ആണ്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് PCA. നമുക്ക് എങ്ങനെ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാം? സാറിനെ സംബന്ധിച്ച് ഈ PCA കണ്ടുപിടിക്കാൻ 1 സെക്കൻഡ് മതി. എന്തുകൊണ്ടാണ്? നമുക്ക് അതിൻ്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. OAC എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. നമ്മൾ എഴുതണം, സാർ പറയുന്നതിനനുസരിച്ച് മക്കൾ സ്റ്റെപ്പുകൾ എഴുതണം. കൺസിഡർ ട്രയാങ്കിൾ OAC. OAC ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ബിക്കോസ് OA = OC ബ്രാക്കറ്റിൽ റേഡിയസ് എന്നെഴുതണം. അപ്പം നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്, 2 സൈഡ് ഈക്വൽ ആണ്. ആ ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പം ഈ സൈഡുകൾ രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ വരുന്ന 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഈക്വൽ സൈഡിൻ്റെ ഒരു ആംഗിൾ ഇതാണ്, ഈ ഈക്വൽ സൈഡിൻ്റെ അടുത്ത ആംഗിൾ ഇതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും therefore ആംഗിൾ ACO = ആംഗിൾ OAC. അപ്പം ഇതും 30 ആണ്. = 30 ഡിഗ്രി. അപ്പം സ്റ്റെപ്പ് എഴുതണം. AOC ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. OA = OC റേഡിയസ്.
Therefore, angle OAC is equal to angle OCA is equal to 30 degree. ഇനി കണ്ടുപിടിക്കേണ്ട ഇതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് എഴുതാം ടാൻജന്റ് ഫ്രം ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ആൻഡ് റേഡിയസ് ഈസ് 90 ഡിഗ്രി. നമ്മൾ പറയണം ആംഗിൾ ബിറ്റ്വീൻ അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ്, ഇത് ടാൻജന്റും റേഡിയസും ആയിട്ട് വരുന്ന ആംഗിള് 90 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ആംഗിൾ OCP ഈസ് ഈക്വൽ ടു 90. നമുക്ക് ഇവിടെ കിട്ടിയത് ACO നമുക്ക് 30 എന്ന് കിട്ടി. അപ്പം ഈ ആംഗിള് 90 മൈനസ് 30 60 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ. അപ്പം നമ്മൾ സ്റ്റെപ്പ് എങ്ങനെ എഴുതണ്ടേ? ആംഗിൾ ACO ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, ആംഗിൾ PCO ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. Therefore, angle PCA is equal to 90 minus 30 is equal to 60 degree. അപ്പം ഇതുപോലെ തന്നെ ഇനിയും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, സാർ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് എടുത്തിരിക്കുന്നതാണെങ്കിലും ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിരിക്കുന്നു. ഈ പിക്ചറിൽ നമ്മൾ നോക്കേണ്ടത് ഈ ആംഗിള് 50 ഡിഗ്രിയാണ്. നമ്മോട് ചോദിച്ചത് ഈ ആംഗിളാണ്. AOB ആണ് ചോദിച്ചത്. അതായത് ഈ ആംഗിളാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോഴേ തന്നെ ആൻസർ പറയാം. നമുക്കത് കാണുമ്പോഴേ ആൻസർ പറയാം. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയോ. ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് P, ഈ P എന്ന പോയിന്റിൽ നിന്നും ടാൻജന്റ് PA ആൻഡ് PB ആർ ഡ്രോൺ ടു എ സർക്കിൾ വിത്ത് സെന്റർ O. If PAB 50, then AOB. നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? നമുക്കറിയാം ഈ AOB ആണ് കാണാൻ പറഞ്ഞത്. ആദ്യമേ നമുക്ക് പറയാം PAO ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് PAO എന്ന ട്രയാങ്കിൾ എന്ന ആംഗിൾ 90 ആണ്. എന്തുകൊണ്ടാ? ടാൻജൻസ് മെയ്ഡ് ബൈ ആംഗിൾ മെയ്ഡ് ബൈ റേഡിയസ് ആൻഡ് ടാൻജന്റ് ഈസ് 90 ഡിഗ്രി. അപ്പോൾ ആ സ്റ്റെപ്പുകൾ മക്കൾ എഴുതിക്കോളൂ. ഇനി ഈ ആംഗിൾ 50 ആണ്. ആംഗിൾ PAB ഈസ് ഈക്വൽ ടു 50. Therefore, ഈ ആംഗിൾ OAB ഈസ് ഈക്വൽ ടു 90 മൈനസ് 50. 90 മൈനസ് 50 എന്ന് പറഞ്ഞാൽ 40 ആണ്. Therefore, angle OAB is equal to 40. അപ്പോൾ ഈ ആംഗിൾ 40 എന്ന് കിട്ടി. ഇനിയാണ് നമ്മൾ അടുത്ത പോയിന്റ്. അത് നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസിലും ഉപയോഗിക്കാവുന്ന ഒരു പോയിന്റ്, എല്ലാത്തിലും സംഭവിക്കുന്നതാണ്. നമ്മൾ ഓർത്തിരുന്നോണം. ഇങ്ങനെ OBA എന്ന് പറഞ്ഞാൽ ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. കാരണം OA is equal to OB, രണ്ടും റേഡിയസ് ആണ്. അപ്പം നമ്മൾ പറയണം OA is equal to OB, both are radius. ബ്രാക്കറ്റ് എഴുതണം. Therefore, OAB is an isosceles triangle. അപ്പം ഈ ആംഗിൾ 40 ആയതുകൊണ്ട് ഈ ആംഗിൾ 40 ആണ്. ഈ ആംഗിളും 40 ആയിരിക്കും. എന്തുകൊണ്ടാ? ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. അതായത് ഐസോസെൽസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. Therefore, ആംഗിൾ BAO ഈസ് ഈക്വൽ ടു ആംഗിൾ ABO ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. അപ്പൊ ഇത് രണ്ടും 40 ആണ്. ഇതും 40 ആണ്, അതുപോലെ ഇതും 40 ആണ്. അങ്ങനെ വരുമ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ട്രയാങ്കിൾ OAB, കൺസിഡർ ട്രയാങ്കിൾ OAB, ടോട്ടൽ ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പോൾ അതിൽ നിന്നും ഈ 40യും മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് 100 എന്ന ആൻസർ കിട്ടും. അപ്പം നമ്മൾ പറയേണ്ട സ്റ്റെപ്പുകൾ എങ്ങനെയാണ്? ആംഗിൾ OAB ഈസ് ഈക്വൽ ടു ആംഗിൾ OBA ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. എന്നിട്ട് പറയണം ആംഗിളോ പ്ലസ് ആംഗിൾ A പ്ലസ് ആംഗിൾ B ടോട്ടൽ 180. Therefore, ആംഗിൾ O അല്ലെങ്കിൽ
ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് ഈ രണ്ട് ആംഗിളും 180 മൈനസ് 40 പ്ലസ് 40. Therefore, this angle is 100 ഡിഗ്രി. ഇപ്പം നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്കിപ്പോൾ പല പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളാണ്. പക്ഷേ പല മക്കൾക്കും ഇവിടെ മിസ്റ്റേക്കുകൾ വരാൻ കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് എക്സാമിനേഷന് ഇതിങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടിയില്ല. അങ്ങനെ ഐഡിയ കിട്ടണമെങ്കിൽ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് സാറ് പറയുന്നത്, സാറിൻ്റെ വാട്സപ്പിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ, സാറിൻ്റെ വാട്സപ്പിൽ വിളിച്ചാൽ സാറിൻ്റെ ഓൺലൈൻ ലേഡി ടീച്ചേഴ്സ് ഉണ്ട്. അവർ സാറിൻ്റെ ആ വീഡിയോസ് നമുക്ക് കാണാം. സാറിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ട് കറക്റ്റായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റുകൾ തരും. അതുപോലെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് തന്നിട്ട് വളരെ നല്ലൊരു മാർക്കിലേക്ക്, നിങ്ങളുടെ ഏത് ക്ലാസ്സിലാണ് പഠിച്ചാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണ് സാറ്. കാരണം നിങ്ങൾ സാറിൻ്റെ മാർക്ക് കണ്ട് കാണും, വെറും 10 മാർക്കാണ് 50-ൽ. അതിൽ നിന്നുമാണ് സാർ റാങ്ക് വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് സാറ് പറയുന്നത്, സാറിൻ്റെ കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ അതിന് വാട്സപ്പിൽ സാറിനെ വിളിക്കുക. അതുപോലെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് എല്ലാവരിലേക്കും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.